ഇതൊരു വ്യക്തിയുടെ കഥയാണ്. അയാളുടെ കൈവശം ഒന്നും ഉണ്ടായിരുന്നില്ല. പണമില്ല, ഭാവിയില്ല, ഒരു പ്രതീക്ഷയുമില്ല. എന്നാൽ അയാൾ ഒരു ലളിതമായ രഹസ്യം കണ്ടെത്തി. അയാൾ എല്ലാ ദിവസവും രാവിലെ കൃത്യം 5 മണിക്ക് എഴുന്നേൽക്കാൻ തുടങ്ങി. വെറും 90 ദിവസത്തിനുള്ളിൽ അയാളുടെ ജീവിതം പൂർണ്ണമായും മാറി. ആ പുലർച്ചെ സമയങ്ങളിൽ അയാൾ ചെയ്തത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഒരുപക്ഷെ നിങ്ങൾ അന്വേഷിക്കുന്ന ഉത്തരവും ഇതായിരിക്കാം. തുടങ്ങുന്നതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഏത് സമയത്താണ് നിങ്ങളിത് കേൾക്കുന്നത്? നിങ്ങൾ എവിടെ നിന്നാണ്? താഴെ കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ കഥ കേൾക്കുമ്പോൾ ഗൗതമബുദ്ധന്റെ പ്രസിദ്ധമായ ഒരു വചനം നമുക്ക് ഓർക്കാം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, 1000 യുദ്ധങ്ങൾ ജയിക്കുന്നതിനേക്കാൾ വലിയ വിജയമാണ് സ്വന്തം മനസ്സിനെ കീഴടക്കുന്നത്. ജിതിന്റെ ജീവിതത്തിൽ മാറ്റം തുടങ്ങിയത് അയാൾ പുറത്തുള്ള ലോകത്തോട് പോരാടിയപ്പോഴല്ല, മറിച്ച് പുലർച്ചെ 5 മണിക്ക് തന്റെ ഉറക്കത്തോടും മടിയോടും പോരാടി ജയിച്ചപ്പോഴാണ്. ആ വിജയം അയാളുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്തി. ഇനി നമുക്ക് നോക്കാം, ജിതിൻ ആ ആദ്യത്തെ രാത്രി എങ്ങനെയാണ് അതിജീവിച്ചതെന്ന്. ഒരു ചെറിയ നഗരത്തിൽ പകലും രാത്രിയും ഫാക്ടറികൾ പ്രവർത്തിക്കുന്ന ഒരിടത്ത് ജിതിൻ എന്ന 32 വയസ്സുകാരൻ താമസിച്ചിരുന്നു. ജിതിൻ ഒരു വലിയ ഗോഡൌണിൽ നൈറ്റ് സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുകയായിരുന്നു. എല്ലാ വൈകുന്നേരവും 8 മണിക്ക് അയാൾ ജോലിക്ക് പോകും. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് അങ്ങേയറ്റം തളർന്നു വശായ നിലയിൽ അയാൾ ഉറങ്ങാൻ വീട്ടിലേക്ക് പോകും. അയാളുടെ ശമ്പളം വളരെ കുറവായിരുന്നു. അത് ജീവിതം തള്ളി നീക്കാൻ പോലും തികയുമായിരുന്നില്ല. ഒരു ചെറിയ ഒറ്റമുറി അപ്പാർട്ട്മെന്റിലായിരുന്നു താമസം. അവിടുത്തെ ഫാൻ കേടായിരുന്നു. തറയിലൊരു മെത്തയിലായിരുന്നു അയാൾ ഉറങ്ങിയിരുന്നത്. അവിടെ ഒരൊറ്റ ബൾബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈദ്യുതി കുറയുമ്പോൾ അത് മിന്നിത്തിളങ്ങുമായിരുന്നു. അയാളുടെ വസ്ത്രങ്ങൾ പഴകിയതായിരുന്നു. ഷൂസുകളിൽ ദ്വാരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദാരിദ്ര്യത്തെക്കാൾ മോശമായ മറ്റൊന്നിൽ ജിതിൻ കഷ്ടപ്പെട്ടിരുന്നു. താൻ എവിടെയോ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. ഓരോ ദിവസവും രാവിലെ ഉറങ്ങുന്ന നഗരത്തിലൂടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ജനലുകളിലൂടെ മറ്റുള്ളവരുടെ ജീവിതം അയാൾ കാണുമായിരുന്നു. കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രഭാതഭക്ഷണം കഴിക്കുന്നു. കുട്ടികൾ സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുന്നു. വൃത്തിയുള്ള ഷർട്ട് ധരിച്ച പുരുഷന്മാർ ഓഫീസുകളിലേക്ക് പോകുന്നു. ജിതിൻ ചിന്തിക്കും, എന്റെ ജീവിതം എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? മറ്റുള്ളവരെല്ലാം അവരുടെ സ്വപ്നങ്ങൾ ജീവിക്കാൻ ഉണരുമ്പോൾ ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അയാൾ തന്റെ ജീവിതം മാറ്റാൻ ശ്രമിച്ചിരുന്നു. മികച്ച ജോലികൾക്കായി അപേക്ഷിച്ചു. പക്ഷേ ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിനാൽ എല്ലാ വാതിലുകളും അയാൾക്ക് മുന്നിൽ അടഞ്ഞു. പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്നയാൾ ആഗ്രഹിച്ചു. പക്ഷേ രാത്രി മുഴുവൻ ജോലി ചെയ്ത ശേഷം ഉറക്കമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാളുടെ അമ്മ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ആഴ്ചയിലൊരിക്കൽ അമ്മ വിളിക്കും, ജിതിൻ മോനെ, നിന്റെ ജീവിതം എപ്പോഴാണ് നന്നാവുക? എനിക്ക് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് നിന്നെ വിജയിയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജിതിൻ സന്തോഷവാനാണെന്ന് നടിക്കാൻ ശ്രമിക്കും. ഉടനെ മാറുമമ്മേ, ഉടനെ. ഞാൻ അതിനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അതെങ്ങനെ ചെയ്യണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു. അയാളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഇതായിരുന്നു, അയാളൊരു മടിയനായിരുന്നില്ല. എല്ലാ രാത്രിയും കഠിനമായി ജോലി ചെയ്തിരുന്നു. 4 മൈൽ നടക്കുമായിരുന്നു. ജാഗ്രത പാലിച്ചു. തന്റെ കടമകൾ കൃത്യമായി ചെയ്തു. എന്നാൽ വെറും കഠിനാധ്വാനം കൊണ്ട് ഒന്നും മാറുന്നില്ലായിരുന്നു. എങ്ങുമെത്താത്ത ഒരു ജീവിതത്തിനു വേണ്ടിയാണ് അയാൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും രാവിലെ 7 മണിയോടെ ഉറങ്ങാൻ കിടക്കുകയും വൈകുന്നേരം 4 മണിവരെ ഉറങ്ങുകയും ചെയ്യുമ്പോൾ താൻ ജീവിതം തലതിരിച്ചാണ് ജീവിക്കുന്നതെന്ന് അയാൾക്ക് തോന്നി. ലോകം മുന്നോട്ടു പോകുമ്പോൾ അയാൾ ഉറങ്ങുകയായിരുന്നു. ഒരു ചിന്ത അയാളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. മറ്റേതെങ്കിലും വഴി കാണാതിരിക്കാതില്ല. പക്ഷെ അതെന്താണ്? നവംബറിലെ തണുപ്പുള്ള ഒരു ചൊവ്വാഴ്ച രാവിലെ ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ ജിതിന്റെ ഫോൺ ബെല്ലടിച്ചു. അത് അയാളുടെ സഹോദരിയായിരുന്നു. ജിതിൻ, നീ ഇപ്പോൾ തന്നെ വീട്ടിൽ വരണം. അമ്മ വീണുപോയി, ആശുപത്രിയിലാണ്. അയാളുടെ നെഞ്ച് തകർന്നു. അയാൾ ഗ്രാമത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ബസ് പിടിച്ചു. 3 മണിക്കൂർ യാത്ര അത്രയും വലിയ ദൂരമായി അയാൾക്ക് തോന്നി. ചെറിയ ഗ്രാമത്തിലെ ക്ലിനിക്കിലെത്തിയപ്പോൾ അമ്മ കിടപ്പിലായിരുന്നു. അവർ അവശനിലയിലായിരുന്നു. എങ്കിലും ബോധമുണ്ടായിരുന്നു. അമിതമായ ക്ഷീണവും മാനസിക സ്ട്രെസ്സും കാരണമാണ് അവർ ബോധംരഹിതരായത്. അവർക്ക് വിശ്രമവും നല്ല ഭക്ഷണവും മരുന്നുകളും ആവശ്യമായിരുന്നു. എന്നാൽ അതിനുള്ള പണം അയാളുടെ കൈവശമുണ്ടായിരുന്നില്ല. അയാൾ അയാളുടെ കൈ പിടിച്ചു. അവരുടെ ശബ്ദം വളരെ ദുർബലമായിരുന്നു. ജിതിൻ മോനെ, എനിക്കിനി അധികം സമയമില്ല. ദയവായി മോനെ, ഞാൻ ചെയ്തതുപോലെ നിന്റെ ജീവിതം പാഴാക്കരുത്. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തൂ. എനിക്ക് വാക്ക് തരൂ. അവർ ഉറങ്ങിയ ശേഷവും ജിതിൻ ഏറെ നേരം ആ കിടപ്പിക്കരികിലിരുന്നു. അവരുടെ ചുളിഞ്ഞ കൈകളിലേക്ക് അയാൾ നോക്കി. പതിറ്റാണ്ടുകളോളം വയലുകളിൽ കഠിനാധ്വാനം ചെയ്ത കൈകളാണത്. 2 പേരും കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഒരിടത്തും എത്തുന്നില്ല. അയാളുടെ ഉള്ളിൽ എന്തോ തകർന്നു. അത് സങ്കടം കൊണ്ടല്ല, മറിച്ച് തന്റെ നിസ്സഹായത്വത്തിലുള്ള ദേഷ്യം കൊണ്ടാണ്. പുലർച്ചെയാകുന്നതിന് മുമ്പുള്ള ഇരുട്ടിൽ അയാൾ ക്ലിനിക്കിൽ നിന്നിറങ്ങി. സമയം പുലർച്ചെ 5 മണിയായിരുന്നു. ഗ്രാമം ഇപ്പോഴും ഉറങ്ങുകയായിരുന്നു. പക്ഷെ ചില കർഷകർ വയലുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷികൾ പാടാൻ തുടങ്ങിയിരുന്നു.
കാറ്റ് തണുത്തതും ശുദ്ധവുമായിരുന്നു. ആ നിമിഷത്തിൽ ശാന്തമായ പുലർച്ചയിൽ നിന്നുകൊണ്ട് ജിതിനൊരു തീരുമാനമെടുത്തു. ഇനി വേണ്ട, ഞാൻ ഇനി ഈ രീതിയിൽ ജീവിക്കില്ല. അതിനെന്തു ചെയ്യേണ്ടി വന്നാലും ശരി, ഞാൻ വഴി കണ്ടെത്തും. തിരികെ നഗരത്തിലേക്കുള്ള ബസ് യാത്രയിൽ ജിതിൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. അയാളുടെ മുന്നിൽ 50 വയസ്സുള്ള ഒരാൾ ഇരിപ്പുണ്ട്. അയാൾ നല്ല വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. അയാൾ വളരെ ശാന്തനായിരുന്നു. ജിതിൻ അയാളെ തിരിച്ചറിഞ്ഞു. നഗരത്തിൽ ഒട്ടേറെ കടകളുള്ള വിജയകരമായ ബിസിനസ്സുകാരനായ യൂസഫ് ആയിരുന്നു അത്. ജിതിനെ അത്ഭുതപ്പെടുത്തിയത് സമയമായിരുന്നു. പുലർച്ചെ 6 മണിയായിരുന്നു അപ്പോൾ. ഇത്രയും വലിയൊരു ബിസിനസ്സുകാരൻ അതിരാവിലെ ഒരു സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുന്നു. ജിതിൻ ധൈര്യം സംഭരിച്ചു. ക്ഷമിക്കണം സർ, നിങ്ങൾ എന്തിനാണ് ഇത്ര നേരത്തെ ബസ്സിൽ പോകുന്നത്? യൂസഫ് നോക്കി പുഞ്ചിരിച്ചു. കാരണം ഞാൻ എല്ലാ ദിവസവും 4:30 എഴുന്നേൽക്കാറുണ്ട്. ലോകം ഉണരുന്നതിന് മുൻപ് വായിക്കാനും ചിന്തിക്കാനും എന്റെ ദിവസങ്ങൾ പ്ലാൻ ചെയ്യാനും ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഉറക്കം ആവശ്യമില്ലേ? ഞാൻ രാത്രി 9 മണിക്ക് ഉറങ്ങും. 7.5 മണിക്കൂർ, അത് മതിയാകും. യൂസഫ് ജിതിന്റെ ക്ഷീണിച്ച മുഖത്തേക്ക് നോക്കി. നീ രാത്രിയാണോ ജോലി ചെയ്യുന്നത്? അതെ, സെക്യൂരിറ്റി ഗാർഡാണ്. നീ എപ്പോഴാണോ ഉറങ്ങുന്നത്? സാധാരണയായി രാവിലെ 7 മുതൽ വൈകുന്നേരം 4 വരെ. യൂസഫ് പതുക്കെ തലയാട്ടി. അതായത് ലോകം ഉറങ്ങുമ്പോൾ നീ ഉണർന്നിരിക്കുന്നു, ലോകം ജോലി ചെയ്യുമ്പോൾ നീ ഉറങ്ങുന്നു. നീ കുടുങ്ങിപ്പോയതിൽ അത്ഭുതമില്ല. അയാളൊന്ന് മുന്നോട്ടാഞ്ഞിരുന്നു. യുവാവേ, 30 വർഷം മുൻപ് എന്റെ ജീവിതം മാറ്റിയ ഒരു രഹസ്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. രാവിലെ 5-നും 7-നും ഇടയിലുള്ള സമയം, അതൊരു മാന്ത്രിക സമയമാണ്. മറ്റുള്ളവരെല്ലാം സ്വപ്നം കണ്ടു ഉറങ്ങുമ്പോൾ നിനക്ക് ആവശ്യമുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുന്ന സമയമാണിത്. ജിതിന്റെ ഉള്ളിൽ ഒരു വികാരമുണ്ടായി. പ്രതീക്ഷ എന്ന അപകടകരമായ ഒന്ന്. പക്ഷെ എങ്ങനെ? ഞാൻ രാവിലെ 6 മണിവരെ ജോലി ചെയ്യുന്നുണ്ട്. നിനക്ക് ഉറക്കം വേണം. അതുകൊണ്ട് നിന്റെ ഉറക്കത്തിന്റെ സമയം മാറ്റുക. നീ 6:30 വീട്ടിലെത്തുമ്പോൾ ഉറങ്ങുക. രാവിലെ 11:30 എഴുന്നേൽക്കുക. അത് 5 മണിക്കൂറാണ്. അതിജീവിക്കാൻ അത് മതിയാകും. എന്നിട്ട് ലോകമുണർന്നിരിക്കുമ്പോൾ നിന്റെ യഥാർത്ഥ ജീവിതം ജീവിക്കുക. ഒടുവിൽ നിനക്ക് പകൽ ജോലി ലഭിക്കുമ്പോൾ എപ്പോഴും 5 മണിക്ക് തന്നെ എഴുന്നേൽക്കുക. ഇതാണ് രഹസ്യം. യൂസഫ് ഒരു കാർഡിൽ തന്റെ ഫോൺ നമ്പർ എഴുതി നൽകി. നിനക്ക് ജീവിതം മാറ്റാൻ ഗൗരവമായി ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ആ പുലർച്ചെ സമയങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ നീ ഗൗരവമായിട്ടാണെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. കാരണം ഇതിന് മിക്കവർക്കുമില്ലാത്ത അച്ചടക്കം ആവശ്യമാണ്. ബസ് ജിതിന്റെ സ്റ്റോപ്പിലെത്തി. കയ്യിലുള്ള കാർഡിലേക്ക് നോക്കി അയാൾ സ്വയം ഒരു വാക്ക് നൽകി. ഞാനിത് നാളെ മുതൽ തുടങ്ങും. അന്ന് വൈകുന്നേരം ജിതിൻ തന്റെ ജീവിതത്തിൽ ഇന്നുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്തു. അയാൾ യൂസഫിനെ വിളിച്ചു. അടുത്ത ദിവസം രാവിലെ 11-ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ജിതിൻ പകലിൽ ഉണർന്നിരുന്നു. അയാൾ ഒരു ചെറിയ കഫേയിൽ വെച്ച് യൂസഫിനെ കണ്ടു. യൂസഫ് അയാളെ അഭിനന്ദനത്തോടെ നോക്കി. നീ ശരിക്കും നിന്റെ ഉറക്കത്തിന്റെ ഷെഡ്യൂൾ മാറ്റി. കൊള്ളാം. മിക്കവരും വെറുതെ സംസാരിക്കും. നീ അത് ചെയ്തു കാണിച്ചു. ഇനി നിന്റെ പ്രഭാതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. അദ്ദേഹം ഒരു നോട്ട്ബുക്ക് എടുത്ത് ഒരു ലളിതമായ ചിത്രം വരച്ചു. ജിതിൻ, നിന്റെ ജീവിതം ഒരു വീടാണെന്ന് കരുതുക. ഇപ്പോൾ നിന്റെ വീട് ഇരുട്ടിലും തണുപ്പിലും തകർന്നു വീഴാറായ അവസ്ഥയിലാണ്. എന്തുകൊണ്ട്? കാരണം നീ ഒരിക്കലും അതിന്റെ അടിത്തറയിൽ പണിയെടുക്കുന്നില്ല. അതിജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നീ. അദ്ദേഹം ഒരു ലളിതമായ വീട് വരച്ചു. രാവിലെ 5-നും 7-നും ഇടയിലുള്ള സമയം, അതാണ് നിന്റെ അടിത്തറ പണിയാനുള്ള സമയം. മറ്റുള്ളവരെല്ലാം സ്വപ്നം കണ്ടു ഉറങ്ങുമ്പോൾ നിനക്ക് ആവശ്യമുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുന്ന സമയമാണിത്. ജിതിന്റെ ഉള്ളിൽ ഒരു വികാരമുണ്ടായി. പ്രതീക്ഷ എന്ന അപകടകരമായ ഒന്ന്. പക്ഷെ എങ്ങനെ? ഞാൻ രാവിലെ 6 മണിവരെ ജോലി ചെയ്യുന്നുണ്ട്. നിനക്ക് ഉറക്കം വേണം. അതുകൊണ്ട് നിന്റെ ഉറക്കത്തിന്റെ സമയം മാറ്റുക. നീ 6:30 വീട്ടിലെത്തുമ്പോൾ ഉറങ്ങുക. രാവിലെ 11:30 എഴുന്നേൽക്കുക. അത് 5 മണിക്കൂറാണ്. അതിജീവിക്കാൻ അത് മതിയാകും. എന്നിട്ട് ലോകമുണർന്നിരിക്കുമ്പോൾ നിന്റെ യഥാർത്ഥ ജീവിതം ജീവിക്കുക. ഒടുവിൽ നിനക്ക് പകൽ ജോലി ലഭിക്കുമ്പോൾ എപ്പോഴും 5 മണിക്ക് തന്നെ എഴുന്നേൽക്കുക. ഇതാണ് രഹസ്യം. യൂസഫ് ഒരു കാർഡിൽ തന്റെ ഫോൺ നമ്പർ എഴുതി നൽകി. നിനക്ക് ജീവിതം മാറ്റാൻ ഗൗരവമായി ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ആ പുലർച്ചെ സമയങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ നീ ഗൗരവമായിട്ടാണെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. കാരണം ഇതിന് മിക്കവർക്കുമില്ലാത്ത അച്ചടക്കം ആവശ്യമാണ്. ബസ് ജിതിന്റെ സ്റ്റോപ്പിലെത്തി. കയ്യിലുള്ള കാർഡിലേക്ക് നോക്കി അയാൾ സ്വയം ഒരു വാക്ക് നൽകി. ഞാനിത് നാളെ മുതൽ തുടങ്ങും. അന്ന് വൈകുന്നേരം ജിതിൻ തന്റെ ജീവിതത്തിൽ ഇന്നുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്തു. അയാൾ യൂസഫിനെ വിളിച്ചു. അടുത്ത ദിവസം രാവിലെ 11-ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ജിതിൻ പകലിൽ ഉണർന്നിരുന്നു. അയാൾ ഒരു ചെറിയ കഫേയിൽ വെച്ച് യൂസഫിനെ കണ്ടു. യൂസഫ് അയാളെ അഭിനന്ദനത്തോടെ നോക്കി.
നീ ശരിക്കും നിന്റെ ഉറക്കത്തിന്റെ ഷെഡ്യൂൾ മാറ്റി. കൊള്ളാം. മിക്കവരും വെറുതെ സംസാരിക്കും. നീ അത് ചെയ്തു കാണിച്ചു. ഇനി നിന്റെ പ്രഭാതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. അദ്ദേഹം ഒരു നോട്ട്ബുക്ക് എടുത്ത് ഒരു ലളിതമായ ചിത്രം വരച്ചു. ജിതിൻ, നിന്റെ ജീവിതം ഒരു വീടാണെന്ന് കരുതുക. ഇപ്പോൾ നിന്റെ വീട് ഇരുട്ടിലും തണുപ്പിലും തകർന്നു വീഴാറായ അവസ്ഥയിലാണ്. എന്തുകൊണ്ട്? കാരണം നീ ഒരിക്കലും അതിന്റെ അടിത്തറയിൽ പണിയെടുക്കുന്നില്ല. അതിജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നീ. അദ്ദേഹം ഒരു ലളിതമായ വീട് വരച്ചു. രാവിലെ 5നും 7നും ഇടയിലുള്ള സമയം, അതാണ് നിന്റെ അടിത്തറ പണിയാനുള്ള സമയം. മറ്റുള്ളവരെല്ലാം സ്വപ്നം കണ്ടു ഉറങ്ങുമ്പോൾ നിനക്ക് ആവശ്യമുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുന്ന സമയമാണിത്. ജിതിന്റെ കണ്ണുകൾ വിടർന്നു. 3 മാസങ്ങളോ? ആ 2 മണിക്കൂർ കൊണ്ട് നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഇതിൽ വിട്ടുവീഴ്ചയില്ല. ഇതാണ് സിസ്റ്റം. ആദ്യത്തെ മണിക്കൂർ 5 മണി മുതൽ 6 മണി വരെ നൈപുണ്യ വികസനം, ബിൽഡ് സ്കിൽസ്. നിന്റെ സാമ്പത്തിക നില മാറ്റാൻ സഹായിക്കുന്ന എന്തെങ്കിലും പഠിക്കാൻ നീ ഈ സമയം ഉപയോഗിക്കണം. TV കാണാനോ ഫോണിൽ സമയം കളയാനോ പാടില്ല. ഒരു തൊഴിൽ, ഒരു ഭാഷ അല്ലെങ്കിൽ വ്യാപാരം പഠിക്കുക. ഓൺലൈൻ കോഴ്സുകൾ ഇപ്പോൾ സൗജന്യമാണ്. യൂട്യൂബിൽ എല്ലാം ലഭ്യമാണ്. നിനക്ക് ഒഴികു കഴിവുകളില്ല. രണ്ടാമത്തെ മണിക്കൂർ 6 മണി മുതൽ 7 മണി വരെ ശരീരവും മനസ്സും നിർമ്മിക്കുക. 30 മിനിറ്റ് വ്യായാമം, നടക്കുകയോ ഓടുകയോ ചെയ്യുക. നിന്റെ ശരീരം നിന്റെ വാഹനമാണ്. അത് തകർന്നാൽ നിനക്കൊന്നുമുണ്ടാവില്ല. പിന്നെ വായിക്കുക. നിന്റെ ദിവസങ്ങൾ പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ ആദ്യത്തെ മണിക്കൂറിൽ പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമായി പരീക്ഷിക്കുക. ജിതിൻ ഒരു നോട്ട്ബുക്കിൽ ഇതെല്ലാം വേഗത്തിൽ കുറിച്ചെടുത്തു. യൂസഫ് 3 നിയമങ്ങൾ കൂടി ചേർത്തു. നിയമം 1: വിട്ടുവീഴ്ചയില്ല. ആഴ്ചാവസാനം, വീക്കെൻഡ്സ് ഉൾപ്പെടെ എല്ലാ ദിവസവും നീ 5 മണിക്ക് എഴുന്നേൽക്കണം. ഇന്ന് മാത്രം വേണ്ട എന്ന ചിന്ത പാടില്ല. അവിടെയാണ് നീ പരാജയപ്പെടുക. നിയമം 2: രാത്രി 9 മണിക്ക് ഉറങ്ങുക. ഉറക്കം കളഞ്ഞ് നിനക്ക് വിജയിക്കാനാവില്ല. നിന്റെ ശരീരത്തിന് വിശ്രമം വേണം. പക്ഷേ അത് എപ്പോൾ വേണമെന്ന് നീ തീരുമാനിക്കണം. നിയമം 3: ആദ്യത്തെ ഒരാഴ്ച നരകം പോലെയായിരിക്കും. നിന്റെ ശരീരം നിന്നെ വെറുക്കും. മനസ്സ് ഒഴികു കഴിവുകൾ പറയും. അതിനെ അതിജീവിക്കുക. 21 ദിവസത്തിനു ശേഷം ഇത് സാധാരണമാകും. 90 ദിവസത്തിനു ശേഷം ഇത് നിന്നെ സ്വഭാവമായി മാറും. യൂസഫ് ജിതിനെ ഗൗരവമായി നോക്കി. ഞാൻ നിനക്ക് 3 മാസത്തെ സമയം തരുന്നു. 5 മണിക്ക് എഴുന്നേൽക്കുന്ന 3 മാസങ്ങൾ. നീ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയതെന്ന് കാണാൻ 3 മാസത്തിനു ശേഷം എൻ്റെ അടുത്ത് വരിക. നീ ശരിക്കും അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ മെച്ചപ്പെട്ട ഒരു ജോലി കണ്ടെത്താൻ ഞാൻ നിന്നെ സഹായിക്കാം. നീ ഇത് ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കരുത്. കഠിനമായ സമയത്ത് മുന്നോട്ടു പോകുന്നവർക്ക് മാത്രമേ വിജയം ലഭിക്കൂ. ജിതിന് വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തതുപോലെ തോന്നി. എങ്കിലും വർഷങ്ങൾക്ക് ശേഷം അയാൾക്കൊരു ലക്ഷ്യബോധം അനുഭവപ്പെട്ടു. ഞാനിത് ചെയ്യും. ഞാൻ തോറ്റു പിന്മാറില്ല. നമുക്ക് നോക്കാം, യൂസഫ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. എല്ലാവരും ഇങ്ങനെയാണ് പറയാറുള്ളത്. അടുത്ത ദിവസം രാവിലെ 5 മണിക്ക് ജിതിന്റെ അലാറം മുഴങ്ങി. അയാളുടെ ശരീരം എതിർത്തു. ഇനി 1 മണിക്കൂർ കൂടി ഉറങ്ങാം. നീ അത്രമേൽ തളർന്നിരിക്കുന്നു എന്ന് മനസ്സ് മന്ത്രിച്ചു. പക്ഷേ ആശുപത്രിയിലെ അമ്മയുടെ മുഖവും യൂസഫിന്റെ വെല്ലുവിളിയും അയാൾക്ക് ഓർമ്മ വന്നു. അയാൾ പുതപ്പ് വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റു. ആദ്യത്തെ ഒരാഴ്ച വേദനാജനകമായിരുന്നു. ജിതിൻ കഷ്ടപ്പെട്ടാണ് എഴുന്നേറ്റത്. ഉറക്കമില്ലാത്തതിനാൽ ശരീരത്തിന് വേദനയുണ്ടായിരുന്നു. പുലർച്ചെ 5 മണിക്ക് ഇരുട്ടിൽ അയാൾ തന്റെ ഫോണുമായി ഒരു ചെറിയ മേശയ്ക്കരികിലിരുന്നു. അയാൾ യൂട്യൂബിൽ സൗജന്യ എക്സൽ ട്യൂട്ടോറിയലുകൾ കണ്ടു. മനസ്സെങ്ങൊക്കെയായി അലഞ്ഞു. എങ്കിലും അയാൾ നിർത്തിയില്ല. രാവിലെ 6 മണിക്ക് അയാൾ നിർബന്ധപൂർവ്വം 30 മിനിറ്റ് നടക്കാൻ പോയി. പിന്നെ അക്കൗണ്ടിങ്ങിനെക്കുറിച്ചുള്ള ആർട്ടിക്കിളുകൾ വായിച്ചു. എല്ലാ ബിസിനസ്സുകൾക്കും ആവശ്യമുള്ള ഒന്നായതിനാലാണ് അയാൾ അക്കൗണ്ടിംഗ് തിരഞ്ഞെടുത്തത്. രാവിലെ 7:30 അയാൾ ഉറങ്ങും. ഉച്ചയ്ക്ക് 2 മണിവരെ അത് തുടരും. 3 മണിക്ക് നൈറ്റ് ഷിഫ്റ്റിനായി റെഡിയാകും. ഈ ചക്രം ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇത് വളരെയേറെ ക്ഷീണമുണ്ടാക്കുന്നതായിരുന്നു. ഏകാന്തത നിറഞ്ഞതായിരുന്നു. അയാൾ എന്തിനാണിത് ചെയ്യുന്നതെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. എന്നാൽ 20-ാം ദിവസമായപ്പോഴേക്കും എന്തോ ഒന്ന് മാറി. ഒരു ദിവസം രാവിലെ അലാറം അടിക്കുന്നതിന് 2 മിനിറ്റ് മുൻപ്, അതായത് 4:58-ന് ജിതിൻ തനിയെ ഉണർന്നു. അയാളുടെ ശരീരം ആ സമയക്രമവുമായി പൊരുത്തപ്പെട്ടിരുന്നു. ആദ്യമായി അയാൾക്ക് ദേഷ്യം തോന്നിയില്ല. മറിച്ച് താൻ തയ്യാറാണെന്ന് അയാൾക്ക് തോന്നി. എക്സൽ ട്യൂട്ടോറിയലുകൾ അയാൾക്ക് മനസ്സിലാകാൻ തുടങ്ങി. ഫോർമുലകളും ഡേറ്റാ വിശകലനവും അടിസ്ഥാന അക്കൗണ്ടിങ്ങും അയാൾ പഠിച്ചു. തന്റെ ആദ്യത്തെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് അയാൾ പൂർത്തിയാക്കി. രാവിലെകളിലെ നടത്തം അയാൾക്ക് സന്തോഷം നൽകുന്ന ഒന്നായി മാറി. സൂര്യോദയം, ശാന്തമായ വഴികൾ, മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ താൻ എന്തോ നിർമ്മിക്കുകയാണെന്ന തോന്നൽ. 2-ാമത്തെ മാസത്തിന്റെ അവസാനത്തോടെ ജിതിൻ അക്കൗണ്ടിങ്ങിലും എക്സലിലും 3 ഓൺലൈൻ കോഴ്സുകൾ പൂർത്തിയാക്കി. ദിവസവുമുള്ള നടത്തം കാരണം അയാളുടെ ഭാരം കുറഞ്ഞു.
മനസ്സ് കൂടുതൽ വേഗതയുള്ളതായി തോന്നി. ആത്മവിശ്വാസം വർദ്ധിച്ചു. ജോലിസ്ഥലത്ത് ആളുകൾ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ജിതിൻ, നീ ഇപ്പോൾ പഴയ പോലെയല്ല, കൂടുതൽ ആരോഗ്യവാനായി തോന്നുന്നു. എന്തുപറ്റി? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനെന്റെ ജീവിതം മാറ്റുകയാണ്. ഒരു പ്രാവശ്യം 2 മണിക്കൂർ വീതം. 3-ാം മാസത്തിൽ ജിതിൻ താൻ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഗോഡൌണിലെ സാധനങ്ങളുടെ വിവരങ്ങൾ ക്രമീകരിക്കാൻ അയാൾ ഒരു ലളിതമായ എക്സൽ സ്പ്രെഡ്ഷീറ്റ് തയ്യാറാക്കി. കമ്പനി ഒരിക്കലും ശരിയായി ചെയ്യാത്ത ഒന്നായിരുന്നു അത്. അയാൾ അത് തന്റെ സൂപ്പർവൈസറെ കാണിച്ചു. സൂപ്പർവൈസർക്കത് വലിയ കാര്യമായി തോന്നി. ജിതിൻ, നീ ഇതെങ്ങനെ പഠിച്ചു? ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേറ്റ് സ്വയം പഠിച്ചതാണ്. ഈ വിവരം ഗോഡൌൺ മാനേജറുടെയും ഉടമയുടെ അടുത്തെത്തി. ജിതിന്റെ 5 മണി യാത്രയുടെ 87-ാം ദിവസം സൂപ്പർവൈസർ അയാളെ ഓഫീസിലേക്ക് വിളിച്ചു. ജിതിൻ, ഞങ്ങൾ അക്കൗണ്ടിംഗ് വിഭാഗം വികസിപ്പിക്കുകയാണ്. ഗോഡൌണിന്റെ പ്രവർത്തനങ്ങൾ അറിയാവുന്നതും അടിസ്ഥാന ബുക്ക് കീപ്പിംഗ് അറിയാവുന്നതുമായ ഒരാളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ജോലി നിനക്ക് നൽകാം. ഡേ ഷിഫ്റ്റാണ്. നിന്റെ നിലവിലുള്ള ശമ്പളത്തിന്റെ ഇരട്ടി ലഭിക്കും. ജിതിൻ ഒന്നും പറയാനാവാതെ അവിടെ നിന്നുപോയി. 3 മാസം മുൻപ് വെറുമൊരു നൈറ്റ് ഗാർഡായിരുന്ന അയാൾക്ക് ഇപ്പോൾ ഒരു ഓഫീസിലെ ജോലി ലഭിച്ചിരിക്കുന്നു. ഞാൻ എപ്പോൾ ജോയിൻ ചെയ്യണം? അയാൾ ചോദിച്ചു. അടുത്ത തിങ്കളാഴ്ച മുതൽ. അന്ന് വൈകുന്നേരം ജിതിൻ യൂസഫിനെ വിളിച്ചു. യൂസഫ് സാർ, ഞാനത് സാധിച്ചു. ഒരു ദിവസം പോലും 5 മണിക്ക് എഴുന്നേൽക്കുന്നത് ഞാൻ മുടക്കിയില്ല. ഇന്നെനിക്ക് പ്രമോഷൻ ലഭിച്ചു. ഫോണിൽ അല്പനേരം നിശബ്ദതയായിരുന്നു. പിന്നെ യൂസഫിന്റെ ശബ്ദം കേട്ടു. അഭിമാനവും സ്നേഹവും നിറഞ്ഞ ശബ്ദം. നീ ഇത് ചെയ്യുമെന്നെനിക്കറിയാമായിരുന്നു. മാറാൻ തയ്യാറുള്ള ഒരാളുടെ തിളക്കം നിന്റെ കണ്ണുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ ഓർത്തുവെക്കണം, 5 മണിക്ക് എഴുന്നേൽക്കുന്നത് നിർത്തരുത്. അത് വെറുമൊരു തന്ത്രമല്ല, അതിനി നിന്റെ ജീവിതമാണ്. ഞാൻ നിർത്തുകയില്ല. ഇപ്പോൾ ഇതാണ് ഞാൻ. 1 വർഷത്തിനു ശേഷം ജിതിൻ ആ കമ്പനിയുടെ ലീഡ് അക്കൗണ്ടന്റായി മാറി. അയാൾ തന്റെ അമ്മയെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ പണം സമ്പാദിച്ചു. അവർക്ക് നല്ല ചികിത്സ നൽകി. അയാൾ ഒരു നല്ല അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തു. ഇന്നും എല്ലാ ദിവസവും 5 മണിക്ക് അയാൾ എഴുന്നേൽക്കുന്നു. അത് നിർബന്ധമായതുകൊണ്ടല്ല, മറിച്ച് ആ 2 മണിക്കൂർ അയാൾക്ക് പവിത്രമായതുകൊണ്ടാണ്. പുതിയ സോഫ്റ്റ്വെയറുകൾ പഠിക്കാനും ബിസിനസ് പുസ്തകങ്ങൾ വായിക്കാനും തന്റെ ഭാവി പ്ലാൻ ചെയ്യാനും അയാൾ ആ സമയം ഉപയോഗിച്ചു. അയാളുടെ സഹപ്രവർത്തകർ ചോദിക്കും, ജിതിൻ, എന്തിനാണ് ഇത്ര നേരത്തെ എഴുന്നേൽക്കുന്നത്? നീ ഇപ്പോൾ തന്നെ വിജയിച്ചില്ലേ? അയാൾ ചിരിച്ചുകൊണ്ട് പറയും, വിജയമെന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു ദൈനംദിന പരിശീലനമാണ്. എന്റെ പരിശീലനം രാവിലെ 5 മണിക്ക് തുടങ്ങുന്നു. എന്റെ സുഹൃത്തെ, ജിതിന്റെ കഥ വലിയൊരു സത്യത്തിന്റെ തെളിവാണ്. നിങ്ങളുടെ ജീവിതം മാറാം. എന്നെങ്കിലുമല്ല, സാഹചര്യങ്ങൾ മെച്ചപ്പെടുമ്പോഴല്ല, ഇപ്പോൾ തന്നെ മാറാം. നാളെ രാവിലെ 5 മണി മുതൽ തുടങ്ങാം. പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലവും നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം കഴിവല്ല, ഭാഗ്യമല്ല, വെറും കഠിനാധ്വാനം പോലുമല്ല. അത് മറ്റുള്ളവർ ഉറങ്ങുന്ന സമയം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. രാവിലെ 5 മണിക്കും 7 മണിക്കുമിടയിൽ ലോകം വളരെ ശാന്തമാണ്. ഫോൺ കോളുകളില്ല, മീറ്റിംഗുകളില്ല, ശ്രദ്ധ തിരിക്കുന്ന ഒന്നുമില്ല. നിങ്ങളുടെ മനസ്സ് ഏറ്റവും ഉന്മേഷത്തിലായിരിക്കും. നിങ്ങളുടെ പാത മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. വിജയിക്കുന്ന ആളുകൾക്കിതറിയാം. അതുകൊണ്ടാണ് പല സിഇഒകളും അത്ലറ്റുകളും നേതാക്കളും നേരത്തെ എഴുന്നേൽക്കുന്നത്. അവർ അമാനുഷികരായതുകൊണ്ടല്ല, മറിച്ച് പ്രഭാതത്തെ വിജയിച്ചാൽ ആ ദിവസത്തെ വിജയിക്കാൻ കഴിയുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇതാണ് നിങ്ങളുടെ വെല്ലുവിളി. യൂസഫ് ജിതിന് നൽകിയ അതേ വെല്ലുവിളി. ആദ്യഘട്ടം, ഇന്ന് രാത്രി അലാറം 5 മണിക്ക് വെക്കുക. 5:15, 5:30 അല്ല, കൃത്യം 5 മണിക്ക്. അത് ഓഫ് ചെയ്യാൻ നിങ്ങൾ എഴുന്നേൽക്കേണ്ടി വരുന്ന രീതിയിൽ ഫോൺ ദൂരെ എവിടെയെങ്കിലും വെക്കുക. 2ാം ഘട്ടം, ആദ്യത്തെ മണിക്കൂർ കൊണ്ട് എന്ത് നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു നൈപുണ്യം, ഒരു ബിസിനസ് ആശയം അല്ലെങ്കിൽ ഒരു കോഴ്സ്. ഒരു കാര്യം മാത്രം തിരഞ്ഞെടുത്ത് അത് 90 ദിവസം മുടങ്ങാതെ ചെയ്യുക. 3ാം ഘട്ടം, രാത്രി 9 മണിക്ക് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. രാത്രി വൈകി ഉറങ്ങിയാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ കഴിയില്ല. വെറുതെ ഫോൺ നോക്കി സമയം കളയുന്നത് അവസാനിപ്പിക്കുക. ഉറക്കമല്ല നിങ്ങളുടെ ശത്രു, വെറുതെ കളയുന്ന വൈകുന്നേരങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നിങ്ങൾ 90 ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേറ്റ് ആ 2 മണിക്കൂർ കൃത്യമായ ലക്ഷ്യത്തോടെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ പെട്ടെന്ന് കോടീശ്വരനായി എന്ന് വരില്ല, പെട്ടെന്ന് പ്രമോഷൻ കിട്ടിയെന്നും വരില്ല. പക്ഷേ നിങ്ങളൊരു വ്യത്യസ്ത പുരുഷനായി മാറും. ശക്തനായ, അച്ചടക്കമുള്ള, കഴിവുള്ള ആളായി. അങ്ങനെ ഒരാൾക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും. ജിതിന്റെ കയ്യിൽ ഒന്നുമുണ്ടായിരുന്നില്ല. ബിരുദമില്ല,
സ്വാധീനമില്ല, പണമില്ല, പക്ഷേ നേരത്തെ എഴുന്നേൽക്കാനുള്ള മനസ്സു മാത്രമുണ്ടായിരുന്നു. അയാളേക്കാൾ എത്രയോ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഇന്റർനെറ്റും വിദ്യാഭ്യാസവും അവസരങ്ങളും ഉണ്ടെന്നാണ്. ചോദ്യം ഇതാണ്: നിങ്ങളിത് ഉപയോഗിക്കുമോ? അതോ നാളെയും അലാറം സ്നൂസ് ചെയ്ത് ഉറങ്ങി 5 വർഷത്തിനു ശേഷം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം മാറാത്തതെന്ന് ചിന്തിച്ചിരിക്കുമോ? നിങ്ങൾ 5 മണി AM ക്ലബ്ബിൽ ചേരാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ അമർത്തുക. എന്നിട്ട് നാളെ രാവിലെ ആദ്യത്തെ മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് കമന്റ് ചെയ്യുക. നമുക്ക് പരസ്പരം സഹായിക്കാം. മാറണമെന്ന ആഗ്രഹമുണ്ടായിട്ടും ഒന്നും ചെയ്യാത്ത ഒരാൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ചിലപ്പോൾ ഇതായിരിക്കാം അവർക്ക് ആവശ്യമുള്ള ആ ചെറിയ പ്രേരണ. ജിതിൻ്റെ വാക്കുകൾ എപ്പോഴും ഓർക്കുക. വിജയമെന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു ദൈനംദിന പരിശീലനമാണ്. ആ പരിശീലനം നാളെ രാവിലെ 5 മണിക്ക് തുടങ്ങുന്നു. നിങ്ങളപ്പോൾ ഉണരുമോ? നിങ്ങളുടെ മികച്ച ഭാവി ആ അലാം ക്ലോക്കിനപ്പുറം കാത്തിരിപ്പുണ്ട്. അവരെ ഇനി കാത്തു നിർത്തണ്ട. പരക്കട്ടെ പ്രകാശം.